ഹലോ ഗേസ്, നമ്മളങ്ങനെ നെല്ലിയമ്പതിക്ക് വന്നിരിക്കുകയാണ്. രാവിലെ 7:30 വന്നതാണ്. അവിടെ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു 7:30 ഇറങ്ങിയതാണ്. അപ്പോൾ സമയം എന്തായി? 10:08. ആനനെയാ അങ്ങോട്ട് പോകാൻ ആരുമില്ല. നമ്മളെ പോലത്തെ ഫാമിലി നമുക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ ചൂടൊന്നുമില്ല. നമ്മുടെ നാട് ചൂടൊന്നും കാണാനില്ല. മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. പിന്നെ മറ്റേ കാട്ടാന ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് വെള്ളം കുടിക്കാൻ. എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ ഹിൽസിൻ്റെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് നമ്മൾ കാണാം. ഓക്കെ, അതാവും സൗണ്ട് ഉണ്ടാവും. പിന്നെ വിഷു കഴിഞ്ഞിട്ടാണ് ഇവിടെയൊക്കെ കാണിക്കുന്നതിൻ്റെ പൂവാണ്. വീടിൻ്റെ സൗണ്ടാണ്. പ്രേതങ്ങളെ പോലെ കരിങ്കൊരങ്ങല് എന്തോ നല്ല ചന്തണ്ട്, നല്ല രസമുണ്ട്. അച്ചോ വിളിക്കണ്ട, പിന്നാലെ കൂടും. നടക്ക് ഇവിടെ
ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മറ്റേ AVT കമ്പനിയുടെ അവിടെ കുറച്ച് ചായത്തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു വന്നു. ഇനി നമ്മളടുത്ത് കേശവൻപാറയിൽ എത്തിയിട്ടുണ്ട്. നെല്ലിയാമ്പതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു സീതാർകുണ്ട്, പിന്നെ കേശവൻപാറ, പിന്നെ കാപ്പിത്തോട്ടം, പിന്നെ ഒരു ഗാർഡൻ ഉണ്ട്. ഇതൊക്കെ തന്നെ ഉള്ളൂ, എന്നാലും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് കേശവൻപാറ. കേശവൻപാറ എന്ന് പറഞ്ഞാൽ ഒരു വ്യൂ ആണ്, വ്യൂ പോയിൻ്റാണ്. ഇവിടെയൊക്കെ കുറേ ബിൽഡിങ്ങുകൾ കെട്ടിയിട്ട് വെറുതെ കെട്ടിയിട്ടിരിക്കണ്ടല്ലേ. മനസ്സേ ഓടണ്ട പറഞ്ഞിട്ടുണ്ട്. അടിപൊളി വ്യൂ പോയിന്റ്. വേണ്ട അങ്ങോട്ട് കയറാൻ പറ്റില്ല, എനിക്ക് വയ്യ. അതാ അങ്ങോട്ട് പോണല്ലേ. പക്ഷെ അത് ഇതിൽ കൂടെ ഇങ്ങനെ ഓരത്ത് കൂടെ ഒക്കെ പോവാ. അങ്ങോട്ട് എന്തായാലും മനസ്സാണ് ഓടി ഇറങ്ങരുത്. കേശവൻപാറ അതാല്ലേ പോത്തുണ്ടിടാം. അതിൽ വെള്ളമൊക്കെ കുറവാണല്ലേ വെള്ളം. അതാ അതിൽ കൂടെ ഇറങ്ങരുത്, ഉരുതി വീഴിപ്പോ. അയ്യോ അങ്ങനെ ഇത്രയും വലിയ കേശവൻപാറ ഞങ്ങളിങ്ങനെ ഇറങ്ങി വന്ന്. പള്ളിയല്ലേ വീടാണ്. എന്റെ ഫോണ് തട്ടല്ലടാ. അയ്യോ അങ്ങനെ കേശവൻപാറ ഞങ്ങള് താഴത്തേക്ക് ഇറങ്ങിയിട്ട് മുകളിലേക്ക് കയറുക. ഇതാണ് കേശവൻപാറ. അയ്യോ ഇനിയിപ്പോ ഇതിന്റെ അങ്ങോട്ട് മോളിക്ക് എത്തണല്ലേ. അയ്യോ ഇനിയിപ്പോ ഇതിന്റെ മോളിക്ക് എത്തണല്ലേ. പിന്നെ എന്തിനാ പൊന്നെ ഇക്ക ചോദിച്ചിരിക്കുന്നത്? വലിച്ചു കയറ്റാലന്നെ. കേശവൻപാറൻ്റെ മുകളിൽ പാറൻ്റെ അടി അവിടെ ആയിട്ട് മുകളിലായിട്ടൊരു കുഴിയുണ്ട്. അതിലിതാ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. മീനുണ്ടതിൽ. നമ്മൾ പിന്നെ എവിടെ പോയാലും കുഴി കണ്ട ആദ്യം നോക്കുന്നത് മീനായതുകൊണ്ടേ. കരിമീനുണ്ടോ? മീനുണ്ടെങ്കിൽ ചൂണ്ടൽ കൊണ്ടുവരായിരുന്നു അല്ലേ. ഇത് നല്ല വെള്ളമാണ്. കാലൊക്കെ കഴുകാൻ പറ്റുമോ? ഇവിടെ രാത്രിയൊക്കെ രാത്രി ഈ പുലികളും മൃഗങ്ങളൊക്കെ വന്നിട്ടേ കുറുക്കൻ പുലി വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പോകും. അത് നന്നാവില്ല. അപ്പോൾ തൊടണ്ട അത് മാനസിക ചൊറിയിട്ടോ.